യെസ്റ്റർഡേ ടുഡേ ടുമാറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ശരീരത്തിൽ അസ്ഥികളുടെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ ശക്തിയും ഭദ്രതയും കാര്യക്ഷമതയും എല്ലാം തന്നെ അതിൻ്റെ ഘടനയെ ആശ്രയിച്ചിരിക്കുന്നു. ശക്തവും അതേസമയം വളരെയേറെ പ്രവർത്തനക്ഷമവുമായ ഒരു ചട്ടക്കൂടാണ് മനുഷ്യൻ്റേത്. അസ്ഥികളും ഉപാസ്ഥികളും ചേർന്ന അസ്ഥികൂടമാണ് ശരീരത്തിന് ഒരു നിശ്ചിത രൂപം നൽകുന്നത്. കൂടാതെ തലച്ചോറ്, ഹൃദയം, ശ്വാസകോശങ്ങൾ എന്നിവയ്ക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. അസ്ഥികൂടത്തെ അക്ഷാസ്ഥികൂടം, അനുബന്ധാസ്ഥികൂടം എന്നിങ്ങനെ 2 പ്രധാന ഭാഗങ്ങളായി തിരിക്കാം. പേശികളുടെ സങ്കോചം നിമിത്തമാണ് ശരീരത്തിൻ്റെ ചലനങ്ങൾ നടക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ രേഖാങ്കിത പേശികൾ, രേഖാശൂന്യ പേശികൾ, ഹൃദയപേശികൾ എന്നിങ്ങനെ 3 ഇനം പേശികളുണ്ട്. അസ്ഥിയെ സംബന്ധിച്ച് പറയാം. മനുഷ്യൻ്റെയും അതേമാതിരി പരിണാമ പ്രക്രിയയിൽ മുന്നിട്ട് നിൽക്കുന്ന മറ്റ് ജീവികളുടെയും അസ്ഥികൂടങ്ങൾ ഈ അസ്ഥികൂടങ്ങളെ മാംസപേശികൾ കൊണ്ടും അവയെ പിന്നീട് ചർമ്മം കൊണ്ടും പൊതിഞ്ഞിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ചർമ്മം കൊണ്ടാണ് മനുഷ്യ ശരീരത്തിന് അതിൻ്റെ കാര്യക്ഷമതയും രൂപഭദ്രതയും ലഭ്യമായിരിക്കുന്നത്. അസ്ഥികൂടങ്ങൾക്കുള്ളിൽ നിർണായകമായ അവയവങ്ങൾ കേടുപാടുകൾ കൂടാതെ സുരക്ഷിതമായി വയ്ക്കാനും സാധിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. ഉദാഹരണത്തിന് തലയോടിൻ്റെ ഘടന പരിശോധിക്കുക. അത് വളരെ ഭദ്രമായ ഒരു പെട്ടിയുടെ മാതിരിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. മസ്തിഷ്കത്തെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് തലയോട് എന്ന ചട്ടക്കൂടിൻ്റെ പ്രധാന കർത്തവ്യം. അത് കാര്യക്ഷമമായി നിർവഹിക്കാൻ സാധിക്കും വിധമാണ് ആ ചട്ടക്കൂട് സംവിധാനം ചെയ്തിട്ടുള്ളത്. കഴുത്തിലെ അസ്ഥികൾ സന്ധികൾ കൊണ്ടാണ് ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കഴുത്തിൻ്റെ ചലനം സൗകര്യപ്പെടും വിധത്തിലാണ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് തല ഇടത്തോട്ടും വലത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും തിരിക്കാൻ സാധിക്കുന്നത്. നെഞ്ചിലെ അസ്ഥികൾ കൊണ്ടുണ്ടാക്കിയ ചട്ടക്കൂട് ഹൃദയത്തെയും ശ്വാസകോശങ്ങളെയും ആഘാതങ്ങൾ ഏൽപ്പിക്കാതെ സൂക്ഷിക്കുന്നു. നട്ടെല്ലാണ് നമ്മെ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നത്. കാലിലെ അസ്ഥികൾ നമ്മെ നടക്കാനും ഓടാനും കൈകളിലേത് പലതരം ജോലികൾ ചെയ്യാനും സഹായിക്കുന്നു. വാസ്തവത്തിൽ മനുഷ്യൻ പരിണാമ പ്രക്രിയയിൽ മറ്റു ജീവികളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചത് കൈകൾ കൊണ്ടാണ്. വൈവിധ്യമാർന്ന ജോലികൾ ചെയ്യാൻ കഴിവ് നേടിയതുകൊണ്ടാണ്. മനുഷ്യ ശരീരത്തിൻ്റെ നാനാവിധ ചലനങ്ങൾക്ക് കാരണം പേശികളുടെ പ്രവർത്തനമാണല്ലോ. ഈ പേശികളെല്ലാം ബന്ധിച്ചിരിക്കുന്നത് അസ്ഥികളുമായാണ്. നട്ടെല്ലും അസ്ഥികളും ഇല്ലാത്ത സ്ഥിതിയെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഞാഞ്ഞൂളിനെ കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു മാംസപിണ്ഡമായിരിക്കും. അതുപോലെ അസ്ഥികളുടെ ഉള്ളിലാണ് അതിപ്രധാനമായ മജ്ജ എന്ന വസ്തു സ്ഥിതി ചെയ്യുന്നത്. രക്താണുക്കളെ നിർമ്മിക്കുന്നത് മജ്ജയാണ്. അസ്ഥികളിലൂടെ കടന്നു പോകുന്ന സൂക്ഷ്മ രക്തക്കുഴലുകളിലൂടെ ഇത്തരം അണുക്കൾ രക്തത്തിൽ കലരുകയും ചെയ്യുന്നു. പരിണാമ പ്രക്രിയയുടെ ആദ്യ കാലഘട്ടത്തിൽ അമീബയെ പോലെയുള്ള ഏകകോശ ജീവികൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ അവയുടെ പ്രവർത്തനക്ഷമത വളരെ പരിമിതമായിരുന്നു. പരിണാമ പുരോഗതിയിൽ നിരവധി സെല്ലുകൾ അടങ്ങിയതും പക്ഷേ അസ്ഥികൂട വ്യവസ്ഥയില്ലാത്തതും ആയ ജന്തുക്കൾ ഉണ്ടായി. സ്പോഞ്ച് പോലെയുള്ള ഇത്തരം ജീവികൾക്ക് വെള്ളത്തിൽ കഴിഞ്ഞുകൂടാൻ മാത്രമേ സാധ്യമായിരുന്നുള്ളൂ. പിന്നീടുള്ള കാലഘട്ടത്തിൽ അസ്ഥികൂട വ്യവസ്ഥയില്ലാത്ത ഞാഞ്ഞൂളുകളെപ്പോലെയുള്ള ജീവികളായി രൂപം കൊള്ളുകയുണ്ടായി. അവയുടെ
പ്രവർത്തന മണ്ഡലം വളരെ പരിമിതമായിരുന്നു. പരിണാമ പുരോഗതിയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ജീവികളുടെ സൃഷ്ടിയിൽ അസ്ഥികൾക്കും പ്രത്യേകിച്ച് നട്ടെല്ലിന് സ്ഥാനം ലഭിച്ചതോടുകൂടി ഒരു പുതിയ യുഗം തന്നെ സൃഷ്ടിക്കപ്പെട്ടു. അവിടെ നിന്നങ്ങോട്ട് അസ്ഥികൂടം ശരീരത്തിൻ്റെ ഘടനാഭദ്രതയ്ക്കും പ്രവർത്തനക്ഷമതയ്ക്കും നൽകിയ സംഭാവനകൾ പരിണാമ പ്രക്രിയയുടെ ഒരു അത്ഭുതാവഹമായ പുരോഗതിയുടെ ഒരു ചരിത്രരേഖയാണ്. അപ്പോൾ അസ്ഥി വേണമെന്നുള്ള കാര്യം സംശയമില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.